Bhavusa, prayers and supplications for the 3-day Lent, മൂന്ന് നോമ്പ്. In this video, we witness the reclamation of an old Eastern tradition of the St. Thomas Christians in Kerala, India. The 3-day Lent, with prayers and supplications for the forgiveness of sins, is in remembrance of the people of Nineveh who averted a great calamity in their city by prayer and fasting. The 3 days are also a reference to the 3 days Prophet Jonah spent inside the belly of a whale. The community gathered in the church spent 3 days in penitential prayer and singing, accompanied by kneeling and prostrations, seeking compassion and forgiveness. Maran Esraham Alain, Syriac, Our Lord have mercy on us, is the key phrase. The Portuguese missionaries looked at this rigorous and austere practice of 3-day Lent of the St. Thomas Christians with great awe and admiration. For unknown reasons, the Syro-Malabar Catholics discontinued this tradition, while the Cananaya Christians and the Chaldean Church of the East zealously kept the tradition alive. What we see in the video is a revival among the Syro-Malabar Catholics at Kuravilangad on January 26, 2026. The prayers and chants are bilingual, Malayalam and Syriac. Let us watch prayerfully. ആയിരക്കണക്കിന് വർഷങ്ങൾ നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചിരുന്നതും നൂറ്റാണ്ടുകളായി നമുക്ക് കൈമോശം വന്നതുമായ 3 നോമ്പിൻ്റെ ബാവൂസ നാം പുനരാരംഭിക്കുകയാണ്. മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അൽമായരും ഒന്നിച്ച് ഹൈക്കലയിൽ ബലിപീഠത്തിനു മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് ദൈവകരുണയ്ക്കായി നടത്തുന്ന യാചനയാണ് ബാവൂസ. മുട്ടുകുത്തി സാഷ്ടാംഗ പ്രണാമം നടത്തി നിലം ചുംബിക്കുന്ന ക്രമമാണ് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ പ്രത്യേകത എന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സുറിയാനി ഗീതങ്ങളും പ്രാർത്ഥനകളും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ബാവൂസ. നമുക്ക് ഒന്ന് ചേർന്ന് ഭക്തിപൂർവ്വം ബാവൂസ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് 3 നോമ്പിന്റെ ചൈതന്യം ഹൃദയത്തിൽ സ്വീകരിക്കാം. ബാവൂസ പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിക്കുന്നത് കൈകസ്തൂരി അഥവാ സമാധാനം നൽകിക്കൊണ്ടാണ്. ശുശ്രൂഷകൾ കാർമ്മികനിൽ നിന്നും സമാധാനം സ്വീകരിച്ച് ജനങ്ങളിലേക്ക് നൽകും. തുടർന്ന് എല്ലാവരും പരസ്പരം സമാധാനം നൽകിക്കൊണ്ട് ആരംഭിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
ബാവായിക്കും പുത്രനും റുവാദ് കുരിശായിക്കും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മാറൻ വാലാഹൻ, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായവനെ, കരുണക്കടലേ, കൃപാസമുദ്രമേ, ദയാനിധിയെ, കരുണയുടെ വാതിൽ തുറന്ന് മനമുരുകുന്നവരെ, അനുതാപത്തിലേക്ക് വിളിക്കുന്നവനെ, ഞങ്ങളുടെ ആലാഹായവനെ, ബലഹീനരായ ഞങ്ങളുടെ യാചനകൾക്കായി നിന്റെ കരുണയുടെ വാതിൽ തുറന്നു തരണമേ. അതിസമ്പന്നവും കവിഞ്ഞൊഴുകുന്നതുമായ നിന്റെ നിക്ഷേപാലയത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. തന്നെ ഇടവിടാതെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിന്ന് കൃപയും ദാനങ്ങളും തടയാതിരിക്കുന്നവനായ നല്ല നാഥ, മാറാതുകോലാവാവൂറാ കുതിശാല് അൽമീ. നീ എന്നേക്കും പുരോഹിതനാകുന്നു. ഇല്ലാതെ നമുക്കായി യാഗാർപ്പിതനാം മിശിഹായേ, നിത്യപുരോഹിതനല്ലോ നീ ഞങ്ങളുടെ വാഴ്ത്തിൻ കാരണവും. മാനുഷ ഞങ്ങളുടെ യാതനകൾ തോളിലെടുത്തൊരു കുഞ്ഞാടേ, വിധിതൻ നാളതിൽ ഞങ്ങൾക്കാ പാപവിമോചനമേകണമേ. സഹോദരൻ നിന്നെ രക്ഷിക്കുകയില്ല. നിലനിൽക്കാത്തൊരു ലോകത്തിൽ പുറകിട്ടുന്നവരെല്ലാരും പുക പോലെന്നും മാങ്ങടിയും നരകത്തിൽ വീഴുഴലും. വരുവിൻ രാജ്യം നേടിടാം, ആത്മാവിൻ വില നൽകിടാം, നിത്യത നേടി വിരാജിക്കാം സ്വർലോകത്തിൽ ചിന്തടയാം. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. മിശിഹാരാജാ കർത്താവേ, നിന്റെ ശരീരരഹസ്യത്താൽ ഘോഷിതരാകും ഞങ്ങൾ തൻ പാപകടം നീ ഓർക്കരുതേ. ഉദ്ധാനത്തിൻ ദിനമതിൽ നിൻ കൃപ മുന്നിൽ നിലകൊള്ളട്ടെ. ഈറന്മാരോടൊപ്പം നിൻ സ്വർഗമഹത്വം പോകട്ടെ. എനിക്ക് കാണാൻ കഴിയാത്തവണ്ണം പാപങ്ങൾ എന്നെ മൂടി. മാമല പോലെ പാപങ്ങൾ തേടി വളർത്തുന്നെന്നുള്ളിൽ മരണയുറക്കം വിട്ടുണരാ നാഥാ കരിയണമെന്നിൽ നീ. അന്ധത മൂടിയ നയനത്തിൽ
സ്മൃതിപഥത്തിൽ അഞ്ജനമതു നീ എഴുതണമേ. നെടുവീർപ്പോടെ വിളിക്കുമ്പോ രക്ഷകനേ ദയ കാട്ടണമേ. അവ എന്നെ വലയം ചെയ്യുന്നു. കോളു നിറഞ്ഞൊരു കടലാണ് പാപം പെരുകിയ യാത്ര ഇതും. കടലിൽ പെട്ടുകുഴങ്ങുന്നു എങ്ങനെ മറുകരയെത്തിയിടും. ഓരശ്ലേമിൽ ചെന്നിടാം രക്ഷകനേ നീ ഉണരണമേ. കടലിനെ ശാസിച്ചിടണമേ. കനിവിൽ വിശ്രമമരുളണമേ. ബാവായിക്കും പുത്രനും റുഹാനക്കുദസായിക്കും സ്തുതി. തിന്മ നിറഞ്ഞോളാത്മാവേ എന്തുര ചെയ്യും വിധിനാളിൽ. നിന്നുടെ ദീപമണഞ്ഞല്ലോ, നിന്നുടെ ആട കവർന്നല്ലോ. വിധിയാളൻ തൻ സവിധത്തിൽ ഓടിയടഞ്ഞ ഭയം തേടൂ. ഭയമെന്നേ നിന്നന്ത്യദിനം കൃപയാൽ പൂരിതമാകട്ടെ. കർത്താവേ, ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ അഗതിയും നിസ്സഹായകനുമാകുന്നു. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങ് നല്ലവനാകുന്നുവല്ലോ. എന്റെ ആത്മാവിനെ കാത്തു രക്ഷിക്കണമേ. ദൈവമേ, അങ്ങയുടെ ദാസനെ രക്ഷിക്കണമേ. എന്റെ പ്രത്യാശ അങ്ങിലാണല്ലോ. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്നെന്നും ഞാൻ അങ്ങയെ വിളിക്കുന്നു. അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് നല്ലവനാണല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ അങ്ങയുടെ കൃപാവരം സമൃദ്ധവുമാണല്ലോ. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ. ഞെരുക്കകാലത്ത് ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് എനിക്ക് ഉത്തരമരുളി. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. ബാവായിക്കും പുത്രനും റൂഹാദിർദുശായിക്കും സ്തുതി. അനാദി മുതലേക്കും ആമേൻ. കർത്താവേ, ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ അഗതിയും നിസ്സഹായനുമാകുന്നു. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. തുടർന്ന് ഊനായ എന്നാൽ പ്രത്യുത്തര ഗീതം. മാർ അപ്രയം രചിച്ച ഈ ഗീതം നാം മുട്ടിന്മേൽ നിന്നാണ് ചൊല്ലുന്നത്. ഗീതം ആലപിച്ചു തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ കരുണ യാചിച്ച്
മുട്ടുകുത്തി നിലം പറ്റെ കുമ്പിട്ട് നിവർന്ന് നമുക്ക് മുട്ടിന്മേൽ തന്നെ തുടരാം. കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, ദാസരോടൊരുമയിലാകണമേ. ഈ നിമിഷവും നമുക്ക് ആദ്യം ചെയ്തതുപോലെ നിലം പറ്റെ കുമ്പിടാം. അതിനുശേഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥന തുടരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മാറൻ വാലാഹൻ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഹൃദയം നുറുങ്ങി നിന്നോട് നിലവിളിക്കുന്ന ഈ മക്കളെ ആശ്വസിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ വാതിൽക്കൽ മുട്ടിവിളിക്കുന്ന ആട്ടിൻകൂട്ടമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ നിരസിക്കരുതേ. പാതാളവാതിലുകളോ ദുഷ്ടശത്രുവോ നിനക്കെതിരായി പ്രബലപ്പെടുകയില്ലെന്ന് നിന്റെ പരിശുദ്ധ സഭയോട് തലമുറകളായി നീ ചെയ്ത വാഗ്ദാനം ഞങ്ങളിലും പൂർത്തിയാക്കണമേ. മറാദുകോല അൽമീ. നോട്ടം തിരിയണമേ, രക്ഷകനീശോയേ, യാചന കേൾക്കണമേ. ബലമില്ലാത്തവർ തൻ അഭയം നീയല്ലോ, ശരണവും അതുപോലെ തുണയും നീ തന്നെ. ഞങ്ങളെ വീഴ്ത്താനായി വലകൾ വിരിച്ചിടും, സാത്താൻ തകരട്ടെ, നിൻകരമുയരട്ടെ. വലകൾ തകർത്തിടാ ശക്തി പകർന്നിടണേ, ദൂഷക ഗുണകളെ ചുട്ടുകരിക്കണമേ. നിന്നുടെ വൻകൃപകൾ ഞങ്ങൾ നിറയട്ടെ, നല്ല പ്രവർത്തികളാൽ പ്രീതി ഉണർത്തട്ടെ. കരുണാസാഗരമേ, നിൻവരവിൻ നാളിൽ ഞങ്ങൾ പാടട്ടെ അനവരതം സ്തുതികൾ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. വീണ്ടും നാം ആദ്യം ചെയ്തതുപോലെ മുട്ടിന്മേൽ നിന്നാണ് ഊനായ പ്രാർത്ഥിക്കുന്നത്. ഗീതം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും എല്ലാവരും നിലം പറ്റെ കുമ്പിടുന്നു. മാരൻ കമ്പൽ ബാബൂസൻ, മാരൻ നിസ്രാഹം ആലേ, മാരൻ നിസ്രാലൗദയ്ക്ക്. കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, യാചനമേൽ ചെവി ചായ്ക്കണമേ. കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, ദാസരോടൊരുമയിലാകണമേ.
നിലംപറ്റെ കുമ്പിട്ടതിന് ശേഷം നമുക്ക് എഴുന്നേറ്റു നിന്ന് പ്രാർത്ഥന ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ മാറന്ന സ്രാഹമാലിരുന്ന് അപേക്ഷിക്കാം. നിന്റെ കർത്തൃത്വത്തിന്റെ വാതിൽക്കൽ പ്രാർത്ഥനയോടെ മുട്ടുന്ന ആട്ടിൻകൂട്ടത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്ന ബലവാനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. അബ്രാഹത്തിനും മൂശയ്ക്കും ഉത്തരമല്ലിയതുപോലെ നിന്റെ ആരാധകരായ ഞങ്ങൾക്കും ഉത്തരമല്ലുന്ന ബലവാനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ചതുപോലെ നിന്റെ തിരുനാമത്തിന്റെ ശത്രുക്കളിൽ നിന്ന് നിന്റെ ആരാധകരെ രക്ഷിക്കുന്ന ബലവാനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. യൂനാൻ പ്രവാചകനെ ഭീകര മത്സ്യത്തിന്റെ വായിൽ നിന്നും കടലിൽ നിന്നും രക്ഷിച്ചതുപോലെ നിന്റെ ജനത്തെയും തൃക്കൈ നീതി രക്ഷിച്ച ബലവാനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. നിലവേക്കാർക്ക് ദീപിക്കാൻ അവസരം നൽകുകയും അവരെ കൈക്കൊള്ളുകയും ചെയ്തതുപോലെ കഷ്ടതകളിൽ ഞങ്ങളെ സമാശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് രക്ഷ നൽകുകയും ചെയ്യുന്ന ബലവാനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകത്തിന്റെ 4 ഭാഗങ്ങളിലുമുള്ള മിശിഹായുടെ സഭയെ നയിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ഇടയന്മാർക്കു വേണ്ടിയും പ്രത്യേകമായി കേപ്പാസ്ലിഹായുടെ പിൻഗാമിയായ മാർലയോ പാപ്പായ്ക്കും മാർത്തോമാസ്ലിഹായുടെ പിൻഗാമിയും അഖിലേന്ത്യയുടെ മെത്രാപോലിത്തായും കവാടവുമായ മാറഫായൽ മെത്രാപോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപോലിത്തായ്ക്കും രൂപതാധ്യക്ഷനായ മാർ യോസേഫ് മെത്രാനും മറ്റെല്ലാ മേൽപ്പട്ടക്കാർക്ക് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകരായ എല്ലാവരുടെയും ക്ഷേമത്തിനു വേണ്ടിയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. സകലതും ദയയോടെ പരിപാലിക്കുന്ന കൃപാലുവായ ദൈവമേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായവനെ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിലെ കുഞ്ഞാടുകളെ ഈ ജനത്തെ രക്ഷിക്കുകയും സമാധാനപ്പെടുത്തുകയും ശ്രീവായാൽ അങ്ങ് വീണ്ടെടുത്ത തിരുസഭയെ കാത്തുപാലിക്കുകയും ചെയ്യുന്ന കരുണാസമ്പന്നനായ ഞങ്ങളുടെ മിശിഹാ രാജാവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. വീണ്ടും ഊനായയാണ്. നമുക്ക് മുട്ടുകുത്താം. നിലംപറ്റെ കുമ്പിട്ട് ഗീതം ആലപിക്കാം. മാരൻ കമ്പൽ ബാവൂസൻ മാരൻ നിസ്രാഹം ആലേ മാരൻ നിസ്രാലൗദേക്ക് കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, യാചനമേൽ ചെവി ചായ്ക്കണമേ. കർത്താവേ കനിയണമേ,
കാരുണ്യം ചെയ്തിടണമേ. ദാസരോടൊരുമയിലാകണമേ. നിലം പറ്റി കുമ്പിട്ടതിന് ശേഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹമായവനെ നിന്നോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. കാരുണ്യത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹമായവനെ നിന്നോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. കരുണയ്ക്കായി കേഴുന്ന ആത്മാക്കളുടെ മേൽ ഇടിനാദത്തിന്റെ ശക്തിയോടെ അളവറ്റ കൃപയുടെ മഴ പൊഴിക്കുന്നവനെ, നിത്യനന്മയും സകലത്തിന്റെയും സൃഷ്ടാവുമായ ദൈവമേ, സൃഷ്ടിയെ സ്വർഗീയ മഹത്വത്തിന്റെ കിരീടത്താലും ആദാമിന്റെ രൂപസാദൃശ്യത്താലും മുദ്രകുത്തിയവനെ, കാണപ്പെടുന്നവയ്ക്കുമേൽ അവന് പദവി നൽകുകയും പുരോഹിതനായും പ്രവാചകനായും അഭിഷേകം ചെയ്ത് രക്താംബരം ചാർത്തി അവനെ രാജകീയ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തവനെ, ആദാമിന് ഹവ്വായെ തുണയായി നൽകുകയും പറുദീസായിൽ അവനെ വാഴിക്കുകയും ചെയ്തവനെ, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചാൽ മരണം ശിക്ഷയായി നൽകുമെന്ന് കൽപ്പിച്ചവനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ ലംഘിച്ച ആദാം വീണടിയുകയും തന്റെ ശാപത്തിനുള്ള ന്യായീകരണങ്ങൾ നിരത്തുകയും ചെയ്തു. എന്നാൽ ദൈവം അവനെ കൈവിട്ടില്ല. കടക്കാരനായ അവനെ കാലസമ്പൂർണതയിൽ തന്റെ ഏകജാതനെ അയച്ചു രക്ഷിച്ചു. ഇതാ ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിച്ച് ഹല്ലേലൂയ പാടുന്നു. കർത്താവേ, കരുണാവാരിധിയെ, മണ്ണായ ഞങ്ങളുടെ മേൽ നിന്റെ ദയാദാക്ഷിണ്യം ചൊരിക്കണമേ. ബലഹീനരായ ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളെ നിരാകരിക്കരുതേ, ഞങ്ങളോട് കോപിക്കരുതേ. ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ. പാപത്തിന്റെ അഗാധ ഗർത്തത്തിൽ ഞങ്ങളും ഇതാ വീണിരിക്കുന്നു. പാപകരമായ ശരീരത്തിൽ നിന്ന് ആര് ഞങ്ങളെ മോചിപ്പിക്കും? ഞങ്ങളുടെ കടങ്ങൾ ഇളയ്ക്കുവാൻ ആർക്ക് കഴിയും? ഞങ്ങളുടെ വിലാപ വസ്ത്രങ്ങൾ മാറ്റി നിർമ്മലരാക്കാൻ ആർക്ക് കഴിയും? ദൈവമായ നിന്നോട് അനുരഞ്ജനപ്പെടുവാൻ നീചപാപികളായ ഞങ്ങളിൽ ഒരു നീതിമാൻ പോലുമില്ല. മണ്ണിന് കുശവനോട് എന്ത് പറയുവാൻ കഴിയും? കർത്താവേ, ഞങ്ങൾ വെറും ചാരവും പൊടിയുമാണ്. നിന്റെ ചൂളയിൽ നീ ഞങ്ങളെ പാത്രങ്ങളായി മനഞ്ഞു. കഷ്ടതയുടെ ജലത്താൽ നീ ഞങ്ങളെ വേവിച്ചെടുത്തു. നിന്റെ ശ്വാസത്താൽ നീ ഞങ്ങൾക്ക് ജീവൻ നൽകി. അറിവില്ലാത്ത ബലഹീനരായ ഞങ്ങൾ ഇതുവരെ മൂഢതയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അരുത് കർത്താവേ, അരുതേ. നിന്റെ ദുഗൂഢമായ ഈ രൂപസാദൃശ്യത്തിനെതിരെ നിന്റെ കോപം ജ്വലിപ്പിക്കരുതേ. ഈശോ മിശിഹായുടെയും മാമോദീസാ ജലത്തിന്റെയും തിരുരക്തത്തിന്റെയും ഓഹരി നേടിയിരിക്കുന്ന ഞങ്ങളെ നീ കൈവെടിയരുതേ. നിനക്കായി ദാഹിക്കുന്ന ഈ ആത്മാക്കളെ തകർത്ത് കളയരുതേ. വിളക്ക് തെളിക്കാൻ എണ്ണയില്ലാത്തവരും വിവേകരഹിതരുമായ ഞങ്ങളുടെ മുൻപിൽ നിന്റെ കരുണയുടെ വാതിലടയ്ക്കരുതേ. തെറ്റിന്റെ മണ്ണിൽ നാശത്തിൽ ചരിക്കുന്ന ഞങ്ങളുടെ മനുഷ്യത്വത്തിന്റെ ബലഹീനതയിലേക്ക് നിന്റെ നോട്ടം തിരിക്കണമേ. പാപത്തിന്റെ മരുഭൂമിയിൽ വഴിതെറ്റി അലയുന്ന നിന്റെ കുഞ്ഞാടുകളുടെ മേൽ കാരുണ്യം ചൊരിയണമേ. പാപങ്ങളുടെ ചെളിക്കുഴിയിൽ പൂണ്ടവരായ ഈ ധൂർത്തരെ അന്വേഷിച്ചു വരണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ കരുണാവാരിധിയും സ്നേഹസമ്പന്നനുമാകുന്നു. മാറൻ വാലാഹൻ, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായവനെ, കരുണക്കടലേ, കൃപാസമുദ്രമേ,
ദയാനിധിയെ, കരുണയുടെ വാതിൽ തുറന്ന് മനമുരുകുന്നവരെ അനുതാപത്തിലേക്ക് വിളിക്കുന്നവനായി ഞങ്ങളുടെ ആലാഹായെ, ബലഹീനരായ ഞങ്ങളുടെ യാചനകൾക്കായി നിന്റെ കരുണയുടെ വാതിൽ തുറന്നു തരണമേ. അതിസമ്പന്നവും കവിഞ്ഞൊഴുകുന്നതുമായ നിന്റെ നിക്ഷേപാലയത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. തന്നെ ഇടവിടാതെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിന്ന് കൃപകളും ദാനങ്ങളും തടയാതിരിക്കുന്നവനായ നല്ല നാഥ, മാറാതുകോലാൽമീ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. വീണ്ടും ഊനായയാണ്. നമുക്കെല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം, നിലം പറ്റെ കുമ്പിടാം. മാരൻ നിസ്രാഹം ആലേ മാരൻ കമ്പൽ ബാഹുസൻ മാരൻ നിസ്രാഹം ആലേ മാരൻ നിസ്രാലൗദേക്ക് കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, യാചനമേൽ ചെവി ചായ്ക്കണമേ. കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, ദാസരോടൊരുമയിലാകണമേ. നമുക്ക് കുമ്പിടാം. തുടർന്ന് കെറിയാനയാണ്. കെറിയാന എന്നാൽ വിജ്ഞാപനം അല്ലെങ്കിൽ വായന. ഈ നിമിഷങ്ങളിൽ നമുക്ക് ഇരുന്നുകൊണ്ട് ധ്യാനാത്മകമായി ഈ വചനവായന ശ്രവിക്കാം. നമുക്ക് ഇരിക്കാം. ഒന്നാം കെറിയാന. ബൗസായിക്ക് വരുന്നവർ തങ്ങളുടെ ചിന്തകളെ സംശുദ്ധമാകട്ടെ, അവരുടെ ശ്രദ്ധ ഏകാഗ്രമാകട്ടെ, അവരുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ പ്രകാശം ദർശിക്കട്ടെ. കടന്നു പോകുന്ന ലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കാതിരിക്കട്ടെ. ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു ഫലമെന്ന ചിന്ത അവരിൽ വേരുറയ്ക്കട്ടെ. യഥാർത്ഥ മനസ്താപത്തോടെ അവർ ഹൃദയങ്ങൾ പരിശോധിക്കട്ടെ. നാവിനെ അടക്കി അവർ ജാഗരിക്കുകയും ചെയ്യട്ടെ. അരുതാത്ത കാഴ്ചകൾ കാണാതെ അവർ കണ്ണുകളെ നിയന്ത്രിക്കട്ടെ. സ്നേഹവിരുദ്ധമായി സഹോദരങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ ദുഃഖിച്ച് മനസ്സ് നുറുങ്ങി രമ്യതയിലാകട്ടെ. കോപത്തിന് അടിമപ്പെട്ടവർ തക്ക പരിഹാരം ചെയ്യട്ടെ. അധ്യാർത്ഥിയിൽ അന്ധരായവർ അനുതപിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ. ഓരോരുത്തരുടെയും ഒറ്റപ്പെട്ട പാപങ്ങൾ പോലും സമൂഹത്തെ മുഴുവൻ കളങ്കപ്പെടുത്തിയതോർത്ത് അവർ മനസ്സ് തിരിയട്ടെ. വരുവിൻ, നമ്മുടെ തെറ്റുകളെ നമുക്ക് കണ്ടെത്തുകയും അവയെപ്പറ്റി അനുതപിക്കുകയും ചെയ്യാം. ഉപവാസത്തോടെ അനുതപിക്കുന്നവർക്ക് 100 മേനി തരാൻ ദൈവം തിരുമനസ്സാണ്. മനസ്സാക്ഷിയുടെ ഉടമയായ ദൈവം നമ്മുടെ ഹൃദയവാതിൽക്കൽ നിന്നുകൊണ്ട് വിലപിക്കുന്നു. സാത്താന് ഇടം നൽകി ദൈവത്തെ പുറന്തള്ളിയ നമ്മുടെ ക്രൂരതയെ ഓർത്ത് ഹൃദയവേദനയോടെ നമുക്ക് വിലപിക്കാം. ദൈവത്തെ നമ്മുടെ സർവസ്വമായി പ്രതിഷ്ഠിക്കുകയും ചെയ്യാം. മഹാപുരോഹിതനായ കർത്താവ് ഹൃദയമദ്ബഹയിൽ കുർബാന അർപ്പിക്കട്ടെ. നമ്മുടെ മനസ്സാക്ഷി റുവാദ ഖുദ്സായുടെ ആലയമായി പരിണമിക്കട്ടെ. അവിടെ നിന്ന് എല്ലാ സമയവും പ്രാർത്ഥനകളും സ്തുതികളും ഉയരട്ടെ. അങ്ങനെ നമ്മുടെ ഓരോ അവയവവും അശുദ്ധിയിൽ നിന്ന് മുക്തി നേടട്ടെ. ഞാൻ അശുദ്ധമായ അധരമുള്ള
ജനത്തിന് നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന യേശയ്യാ നബിയെപ്പോലെ അനുതാപത്തിൻ്റെ കണ്ണാടിയിൽ കൂടി അവരവരുടെ രൂപം ഓരോരുത്തരും കാണട്ടെ. ദൈവം അവിടുത്തെ പുത്രൻ്റെ തിരുരക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകട്ടെ. മാമോദിസായിൽ വിശുദ്ധരുടെ പേരുകൾ സ്വീകരിച്ചിരിക്കുന്നവരായ നമുക്ക് ജീവിത വിശുദ്ധിയെക്കുറിച്ച് ധ്യാനിക്കാം. പേരുകളാൽ നമ്മൾ ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ളവരാണ്, പ്രവൃത്തികളാലോ നമ്മൾ ഇടതുഭാഗത്തായിരിക്കുന്നു. നമ്മിൽ ഹൃദയകാഠിന്യവും ദ്രവ്യാഗ്രഹവും പരദൂഷണവും അഹങ്കാരവും സ്വാർത്ഥവും കലഹവും ആസക്തിയും കാപട്യവും നിറഞ്ഞിരിക്കുന്നു. സാത്താൻ്റെ കെണിയിൽപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് പോരാടാം. നമ്മുടെ ശക്തി കേന്ദ്രങ്ങളെയും ബലഹീനതകളെയും പൂർണ്ണമായി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ആത്മാവിൻ്റെ സൗന്ദര്യത്തെ മുക്കിക്കൊല്ലുന്ന ജഡിക ഭാരങ്ങളെ നമുക്ക് കുടഞ്ഞു കളയാം. പാപം നിറഞ്ഞ രാത്രി ഇതാ അവസാനിക്കുന്നു. പുലരിയുടെ വെളിച്ചം പരന്നിരിക്കുന്നു. പാപികളായ നമുക്ക് നിസ്സംഗതയുടെ നിദ്രയിൽ നിന്ന് ഉണർന്ന് സൂര്യൻ്റെ പ്രഭാതകിരണങ്ങളിൽ ജീവിത വഴികളെ ക്രമീകരിക്കാം. നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ തേടി ഇതാ ദൈവകൃപ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. നമുക്ക് നിത്യജീവൻ്റെ ദേശത്തേക്ക് തിരികെ ചെല്ലാൻ പ്രാർത്ഥിക്കാം. തുടർന്ന് മധുരാസ പ്രബോധന ഗാനം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇഹലോകത്തിൽ മനസ്സുരുകാതെ പരലോകത്തിൽ യാതനയോർത്താൽ എന്തു ഫലം നീ ഓർക്കണമെന്നും. ക്ഷമയുടെ ആഴം ആരറിയുന്നു. കോപാസൂയാദികളാൽ ഞങ്ങൾ നിവദിച്ചല്ലോ. ദയയില്ലാതെ ദുഷ്ടത മൂർത്തു ശാപവുമെത്തി. പാപാധിക്യം കൊടുമുടിയേക്കാൾ പൊങ്ങി നിരന്നു. അതിശയമാണേ ആലാഹ്ലാദം കനിവും ദയയും. നീചമനുഷ്യൻ അതുമറിയാതെ നിഗളിക്കുന്നു.
പാപികളാമേ ഞങ്ങളോടൊട്ടും കോപമതില്ല. ബാവാപുത്രൻ റൂഹായാകും കരുണക്കടലേ. ഇഹലോകത്തിൽ മനസ്സുരുകാതെ പരലോകത്തിൻ യാതനയോർത്താരെന്തു ഫലം തേ ഓർക്കണമെന്നും. ചെയ്തികളൊന്നായി ഞങ്ങളെ മാറ്റി പേരു ദുഷിച്ചു. എങ്കിലും അങ്ങേ കരുണ വളർന്നു നീതിയതിന്നേ. ഇഹലോകത്തിൽ മനസ്സുരുകാതെ പരലോകത്തിൽ യാതനയോർത്താലെന്തു ഫലം നീ ഓർക്കണമെന്നും. രണ്ടാം കറിയാന അല്ലെങ്കിൽ രണ്ടാം വായനയാണ്. നമുക്ക് ഇരുന്നു കൊണ്ട് വായന ശ്രവിക്കാം. രണ്ടാം കെറിയാന. ദൈവമേ, അനുദപിച്ച് നിലവിളിക്കുന്ന നിന്റെ ജനത്തിന് മോചനം നൽകണമേ. കർത്താവേ, ഞങ്ങളോട് രമ്യതയിലാകണമേ. സൃഷ്ടാവായ നിന്റെ വാതിലൊഴിച്ച് മറ്റൊരു വാതിലും ഞങ്ങൾക്ക് അഭയം തന്നിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കണ്ണീരുകൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ കഴുകട്ടെ. അങ്ങനെ നിന്റെ തിരുമുൻപിൽ ഞങ്ങൾ യോഗ്യരായി തീരട്ടെ. കർത്താവേ, ഒരിക്കലും കുറയാത്ത നിന്റെ രക്ഷ ഒട്ടും വൈകാതെ ഞങ്ങൾക്ക് എത്തിച്ചു നൽകണമേ. ഞങ്ങൾ പാപികളാണെന്ന് ഏറ്റുപറയുന്നു. ദൈവമേ, സാത്താനാണ് ഞങ്ങളെ പാപത്തിൽ തട്ടിമറിച്ചിട്ടതെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ ചെയ്ത പാപം മൂലം പ്രകൃതിക്ഷോഭങ്ങളും ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും പ്രളയവും പകർച്ചവ്യാധികളും പെരുകിയെന്ന് ഞങ്ങൾ അറിയുന്നു. നീ അയച്ച വെട്ടുക്കിളികളെ ഇസ്രായേലിന് അനുഗ്രഹത്തിൻ്റെ ഭക്ഷണമാക്കി മാറ്റിയ ദൈവമേ, ഞങ്ങളുടെ ശിക്ഷയുടെ കാരണങ്ങളെ അനുഗ്രഹങ്ങളാക്കി രൂപാന്തരപ്പെടുത്തണമേ. മടങ്ങി വന്ന ധൂർത്തപുത്രനെ പൂർണ്ണമായ പുത്രാവകാശം നൽകി അരുമയായി കരുതിയ സ്നേഹമേ, പാപികളായ ഞങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവസ്നേഹത്തിൻ്റെ ആനന്ദാനുഭവത്തിലേക്കും പൂർണ്ണമായ പുത്രത്വാവകാശത്തിലേക്കും കടന്നു വരാൻ ഇടയാക്കണമേ. ദ്രവ്യാഗ്രഹം വിട്ട് നേരും നെറിവുമുള്ളവരായി ദൈവത്തിരുമുൻപാകെ നമുക്ക് ജീവിക്കാം. പൊന്നും വെള്ളിയും ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ദ്രവ്യാഗ്രഹത്തിൻ്റെ വലയിൽ കുടുങ്ങി ഈശോ മിശിഹായുടെ നാമത്തെ അവഹേളിച്ച നിമിഷങ്ങൾ ഓർത്ത് ഹൃദയമുരുകി പ്രാർത്ഥിക്കാം. മനുഷ്യന് ആത്മാവുണ്ടെന്നും നിത്യതയിലേക്ക് ജീവിക്കുന്ന ആത്മാവിനെ നരകത്തിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും ആരറിയുന്നു? നുകം പൊട്ടിച്ചോടിയ കാളകളെപ്പോലെയാണ് ഇന്നത്തെ മനുഷ്യർ. അനുസരണയും എളിമയുമില്ലാതെ മനസാക്ഷി മരവിപ്പിച്ച് അവർ പായുന്നു. വടികൊണ്ട് അടിക്കുമ്പോഴും തൻ്റെ മക്കളെയാണ് തല്ലുതെന്ന ബോധത്താൽ ദൈവത്തിൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു. ഇത് മനസ്സിലാക്കി
ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴെ ശിക്ഷണം നേടാനും ആത്മപരിവർത്തനം വരുത്താനും നമുക്ക് കഴിയട്ടെ. ആകയാൽ പാപം ചെയ്തവരെ, പാപമുറിവുകളും വ്രണങ്ങളും ദൈവത്തിരുമുൻപിൽ തുറന്നു കാണിക്കുക. കൃപയുടെ ഔഷധം കൊണ്ട് നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന അത്യുത്തമനായ വൈദ്യനാണ് അവിടുന്ന്. നിങ്ങളുടെ മനസ്സാക്ഷിയുടെ പലകകളിൽ ഈശോമിശിഹായുടെ രൂപം കൊത്തപ്പെടട്ടെ. സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൃപയെ വാഴ്ത്തുന്നത് ന്യായവും യുക്തവുമാകുന്നു. നമ്മൾ അനുഭവിച്ച ശിക്ഷകൾ നമ്മുടെ പാപാവസ്ഥയെ കണ്ടറിയാനുള്ള കണ്ണാടി തന്നെയായിരുന്നു. സ്വർഗത്തിലെ രഹസ്യനിധികളും ഭൂമിയിൽ പാപമോചനമെന്ന അമൂല്യ സമ്പത്തും ആത്മീയ നിക്ഷേപങ്ങളും വൻതോതിൽ നമുക്ക് നൽകുന്ന കാരുണ്യവാനായ ദൈവത്തിന് ഒന്നു ചേർന്ന് മഹത്വമർപ്പിക്കാം. കരുണാനിധിയായ ദൈവമേ, നിന്റെ ആട്ടിൻകൂട്ടമാകുന്ന പരിശുദ്ധ സഭ ഇതാ ഒന്നു ചേർന്ന് നിന്നെ പുകഴ്ത്തുന്നു. തുടർന്ന് ബുർക്കാസ ആശീർവാദ പ്രാർത്ഥനകളാണ്. മുട്ടിന്മേൽ നിന്നാണ് നമ്മൾ ഈ ഭാഗം ചൊല്ലുന്നത്. കാർമികന്റെ പ്രാർത്ഥനയ്ക്ക് ഒന്നിടവിട്ട് ഏൻ മറിയ, ആമേൻ എന്നീ പ്രത്യുത്തരങ്ങളാണ് നാം നൽകുന്നത്. ഏൻ മറിയ എന്നാൽ അതേ കർത്താവേ, ആമേൻ എന്നാൽ അപ്രകാരമായിരിക്കട്ടെ. ഓരോ പ്രാവശ്യവും ഏൻ മറിയ എന്ന് ചൊല്ലുന്നത് നിലംപറ്റെ കുമ്പിട്ട് കൊണ്ടാണ്. ആമേൻ ചൊല്ലുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. ഓരോ പ്രാവശ്യവും ഏൻ മറിയ എന്ന് ചൊല്ലുമ്പോൾ മാത്രം നാം നിലംപറ്റെ കുമ്പിടുന്നു. നമുക്ക് മുട്ടിന്മേലായിരിക്കാം. മനുഷ്യ സൃഷ്ടിയിൽ തന്റെ സ്നേഹമഹത്വം വെളിവാക്കിയ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മനുഷ്യന്റെ അകൃത്യത്താൽ അസ്വസ്ഥമായി ഇളകി മറിഞ്ഞിരിക്കുന്ന ലോകത്തെ ശാന്തമാക്കണമേ. മനുഷ്യസ്നേഹിതനായ മിശിഹായെ, ഞങ്ങൾക്കിടയിൽ നിന്ന് യുദ്ധങ്ങളും കലഹങ്ങളും ഭിന്നിപ്പും ഒഴിവാക്കി ഐക്യം വിതയ്ക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽക്കൽ സദാ മുട്ടി വിളിക്കുന്ന നിന്റെ സഭയെ ദുഷ്ടന് കീഴ്പ്പെടാതെ ഉറപ്പിച്ചു നിർത്തണമേ. ഞങ്ങളുടെ കർത്താവേ, സഭയുടെ സന്താനങ്ങളെ സ്നേഹത്തിൽ ബന്ധിക്കണമേ. അവരിൽ നിന്ന് അസൂയയും ചതിയും വിദ്വേഷവും കാപട്യവും പിഴുതെറിയണമേ. ഞങ്ങളുടെ കർത്താവേ, സഭയെ നയിക്കുവാൻ നിന്റെ മുദ്ര പതിപ്പിച്ച മെത്രാന്മാരെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണമേ. സന്തോഷത്തോടെ അവർ നിന്റെ സഭയെ പരിപാലിക്കുവാൻ ഇടവരുത്തണമേ. ഞങ്ങളുടെ കർത്താവേ, ആത്മശരീരങ്ങളിൽ പരിശുദ്ധരായിരിക്കേണ്ടതിനായി നിന്റെ പുരോഹിതരെ പവിത്രീകരിക്കണമേ. അവരർപ്പിക്കുന്ന ബലികൾ നീ കനിവോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, പള്ളിക്കുള്ളിൽ നിനക്ക് ശുശ്രൂഷ ചെയ്യുന്ന മിശംശാനാമാരെയും ശുശ്രൂഷകരെയും കളങ്കവും കറയുമില്ലാത്തവരായി മാറ്റണമേ. ഞങ്ങളുടെ കർത്താവേ, പവിത്രീകരിക്കുന്ന നിന്റെ റൂഷ്മായുടെ അടയാളത്താൽ മുദ്രിതരായ
അൽമായരെ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധ നാമം അവരിൽ മഹത്വപ്പെടട്ടെ. കരുണക്കടലായ ആലാഹായെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വാസികളിലും വിശ്വാസത്തിലും സ്നേഹത്തിലും അവരെ കാക്കണമേ. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ഖുർആൻ ഖുദ്സായെ നൽകി അവരെ വഴികാട്ടുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ പക്കൽ സങ്കടത്തോടെ നിലവിളിച്ചപേക്ഷിക്കുന്ന സുവിശേഷ പ്രഘോഷകരെയും സത്യവിശ്വാസം പഠിപ്പിക്കുന്നവരെയും അവരുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നവരെയും കാരുണ്യപൂർവ്വം നീ സന്ദർശിക്കണമേ. ദുഷ്ടന്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഞങ്ങളുടെ കർത്താവേ, ഞെരുക്കപ്പെടുന്നവരും ദുഃഖിതരുമായ ഏവർക്കും ആശ്വാസം നൽകണമേ. അടിച്ചമർത്തപ്പെട്ടവർക്ക് വിജയം നൽകി അവരുടെ ശിരസ്സുയർത്തണമേ. ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഉത്തമ വൈദ്യനായ ഞങ്ങളുടെ കർത്താവേ, മാരക രോഗങ്ങളാൽ മനസ്സും ശരീരവും തളർന്നവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നഷ്ടപ്പെട്ടവരായ സകലർക്കും വഴിതെറ്റി അലയുന്നവർക്കും സാത്താന്റെ കെണിയിൽപ്പെട്ടവർക്കും മദ്യത്തിനും മയക്കുമരുന്നിനും ജഡികാസക്തിക്കും അടിമകളായവർക്കും ജീവന്റെ മാർഗം കാണിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള ആശ്രയത്താൽ കടലിലും കരയിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവരെ വിനാശത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ അധരങ്ങൾ നിന്റെ നാമത്തിന് എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതി മുഴക്കുവാൻ നിന്റെ ശക്തി ഈ സമൂഹത്തിന് ഉന്നതമായ കോട്ടയായിരിക്കട്ടെ. നാം മുട്ടിന്മേൽ തന്നെ തുടരുന്നു. ഊനായ ആലപിക്കുമ്പോൾ നിലം പറ്റെ കുമ്പിടുന്നു. ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും. മാരണ്യസ്രാഹം ആലേ മാരണ്യസ്രാഹം മാരണ്യസ്രാഹം ആലേ മാരണ്യസ്രാലൗദേക്ക് കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, യാചനമേൽ ചെവി ചായ്ക്കണമേ. കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, ദാസരോടൊരുമയിലാകണമേ. കുമ്പിട്ടതിന് ശേഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥന തുടരാം. ഇപ്പോൾ അഭിവന്ദ്യ പിതാവ് മദ്ബഹയുടെ കവാടത്തെങ്കൽ ഇടത് സൈഡിലായി നിന്ന് ആശീർവാദ പ്രാർത്ഥന, ഹുത്താമ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്
പ്രാർത്ഥനയുടെ ആശീർവാദം നൽകുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകം മുഴുവനും നിന്റെ നിരന്തരമായ കരുണ വർഷിക്കണമേ. സഭയെയും പുരോഹിതരെയും അനുഗ്രഹിക്കണമേ. ബലിയർപ്പണത്തിൽ അവർ തീഷ്ണമതികളാകട്ടെ. ഭരണാധികാരികളെ നീതിയുള്ളവരാക്കണമേ. അവർ നിനക്ക് ജാഗ്രതയുള്ള ദാസരാകട്ടെ. സിംഹാസന്മാരെ ശുശ്രൂഷയിൽ ഉത്സുകരാക്കണമേ. ആശ്രമവാസികളെ സഹായിക്കണമേ. ദമ്പതികളെ സ്നേഹത്തിലും വിശ്വസ്തയിലും നിലനിർത്തണമേ. ദൈവഭയത്തിലും ജ്ഞാനത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തണമേ. ഗർഭസ്ഥ ശിശുക്കളെയും രോഗികളെയും ദുർബലരെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും പരിപാലിക്കണമേ. അഗതികളെയും ദരിദ്രരെയും വിധവകളെയും പോറ്റണമേ. വൃദ്ധരെ പരിപാലിക്കണമേ. യുവാക്കളെയും കുട്ടികളെയും ആത്മീയ സൗന്ദര്യത്താൽ പ്രകാശിപ്പിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികളിൽ കനിവുണ്ടാകണമേ. പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നവരെയും ലഹരിക്ക് അടിമപ്പെടുന്നവരെയും നേർവഴി കാട്ടണമേ. തൊഴിൽ രഹിതരുടെ അപേക്ഷ കൈവടിയരുതേ. കരയിലും കടലിലും ആകാശത്തും യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കണമേ. പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശയും നിലവിളിക്കുന്നവർക്ക് ആശ്വാസവും നൽകണമേ. വിശ്വാസികളിൽ നിന്ന് ഇരുളിനെ അകറ്റണമേ. സാത്താന്റെ കെണിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ പ്രതി പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശക്തി നൽകണമേ. ലജ്ജയും തണുപ്പും കൂടാതെ നിനക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ചിതറിപ്പോയവരെ അനുരഞ്ജിപ്പിച്ച് ഒരുമിച്ച് കൂട്ടുകയും സഭാഗണത്തിൽ നിർത്തുകയും ചെയ്യണമേ. സത്യത്തിലും സ്നേഹത്തിലും സത്യദൈവമായി നിന്നെ ആരാധിക്കുന്ന യഥാർത്ഥ സഭയായി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ. ഞങ്ങളുടെ കർത്താവേ, കർഷകരോട് കരുണ കാണിക്കണമേ. അവരുടെ അധ്വാനം ഫലമണിയക്കണമേ. ധനികർക്ക് ഔദാര്യശീലം നൽകണമേ. കൂലിക്കാരുടെ അവകാശം നിഷേധിക്കരുതേ. നിന്റെ സങ്കേതം ആടുകൾക്കും ഇടയന്മാർക്കും അഭയമാകട്ടെ. അന്തർക്ക് കാഴ്ച നൽകുന്നവനായ എൻ്റെ കർത്താവേ, ഞങ്ങൾ നിന്റെ വലത്തുകരത്തിന്റെ പ്രകാശം കാണട്ടെ. മുടന്തരെ സുഖപ്പെടുത്തുകയും ബന്ധിക്കപ്പെട്ടവരെയും അടിമകളെയും മോചിപ്പിക്കുകയും ചെയ്യണമേ. ഗുണസമ്പന്നരെ ധൈര്യപ്പെടുത്തുകയും അജ്ഞരുടെ ഹൃദയങ്ങളെ തുറക്കുകയും അഹങ്കാരികളെ താഴ്ത്തുകയും ചെയ്യണമേ. മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. സങ്കടപ്പെടുന്നവരെ സന്തോഷിപ്പിക്കണമേ. വലിയവരും ചെറിയവരും നിന്റെ സമൃദ്ധി അനുഭവിക്കട്ടെ. നിന്റെ വാഗ്ദാനം പോലെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും യാചനകൾക്ക് ഉത്തരമരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സന്ധ്യയിലും പ്രഭാതത്തിലും നിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന സുരഭില ധൂപം പോലെയാകട്ടെ. ഇരയന്മാരോടൊപ്പം രാത്രിയിൽ ജാഗരിക്കുന്ന ഉത്സാഹികളുടെ യാചന കൈക്കൊള്ളണമേ. സങ്കീർത്തനങ്ങളാൽ നിന്നെ സ്തുതിക്കുന്ന ഗായകരുടെ ശബ്ദം ഉയർത്തണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ദാസർ നിന്റെ ഭവനത്തിൽ സംതൃപ്തിയോടെ വസിക്കട്ടെ. എല്ലാ സൃഷ്ടികളിലും നിന്ന് നിനക്ക് സ്തുതിയുണ്ടാവട്ടെ എല്ലാ നേരവും. ആമേൻ ആമേൻ. സമാധാനം നൽകിക്കൊണ്ടാണ് ശുശ്രൂഷ അവസാനിക്കുന്നത്. കാർമ്മികനിൽ നിന്നും സമാധാനം സ്വീകരിച്ച് ജനങ്ങളിലേക്ക് നൽകുന്നു. നാം എല്ലാവരും പരസ്പരം സമാധാനം നൽകിക്കൊണ്ട് ശുശ്രൂഷ സമാപിക്കുന്നു.